സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നേരത്തെ കണ്ട അർജുന ആയിരുന്നില്ല അവൻ, അവളുടെ അജുവായിരുന്നു. അവളുടെ മാത്രം അജു. നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനെന്നറിയില്ല, ഒരു പക്ഷേ അവളുടെ അജുവിൻ്റെ ഭാവങ്ങൾ ഇനി അവനിൽ കാണില്ലെന്ന് കരുതിയത് കൊണ്ടാകും ആ കണ്ണീര്. പറ, ദേഷ്യാണ് എന്നോട്? അല്ല, സ്നേഹമുണ്ടോ? പറ, ദേഷ്യമില്ലെങ്കിൽ പിന്നെ എന്താ എന്നോടുള്ളത്? അവളുടെ താഴ്ന്ന മുഖം പിടിച്ചു നിർത്തി പതിയെ അവനൊന്ന് ചോദിച്ചു. സങ്കടം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയവൾ പതിയെ പറഞ്ഞു. അത് കേട്ട് അജുവിൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. എന്തിന്? എനിക്ക് ഈ ദേഷ്യവും ഗൗരവവും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കെൻ്റെ പഴയ അജുവിൻ്റെ ഓർമ്മ വരും. നന്ദയെന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടന്നിരുന്ന, എന്നോട് ചേർന്ന് നടന്നിരുന്ന, എന്നെ ചേർത്ത് പിടിച്ചിരുന്ന, ഞാൻ ദേഷ്യപ്പെട്ട കണ്ണ് വെട്ടാതെ എന്നെ നോക്കുന്ന, എന്നെ ഇറക്കി കെട്ടിപ്പിടിക്കുന്ന, എന്നെ ഉമ്മ വെക്കുന്ന, എന്നോട് ഉമ്മ ചോദിക്കുന്ന അജുവിനെ മതി എനിക്ക്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ അവനൊന്ന് ചിരിച്ചു. ആഗ്രഹിച്ചത് കേട്ടതുപോലെ ചിരിച്ചു. ആദ്യം അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് നിർത്തി. രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടി. നന്ദുവിൻ്റെ നെഞ്ച് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. നന്ദുവിൻ്റെ കിതപ്പുയർന്നു. അവൾ കിതച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യം അവളുടെ ഇടുപ്പിലിരിക്കുന്ന കൈ കൊണ്ട് ദാവണിശാൾ നീക്കി അവളുടെ നഗ്നമായ ഇടുപ്പിൽ കൈവച്ചു. നന്ദു കണ്ണുകൾ അടച്ചു പിടിച്ചു. അതുപോലെയൊക്കെ ചെയ്താൽ ഈ സങ്കടം മാറുമോ? അവളുടെ ഇടുപ്പിൽ നിന്നും വലത്തെ കൈയെടുത്ത് അവളുടെ കവിളിലേക്ക് തലോടിക്കൊണ്ട് അവൻ പതിയെ ചോദിച്ചു. നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു പൊടിക്ക് പോലും ഗൗരവം എവിടെയില്ല. നിഷ്കളങ്കത തീരെയില്ല. പക്ഷേ പ്രണയമുണ്ട്. വശത്ത് നിറഞ്ഞ ഒരു നോട്ടുണ്ട്. അവളൊന്നും മിണ്ടാതെ പെട്ടെന്ന് അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി. ആജു ഒന്ന് പിന്നിലേക്ക് നീങ്ങി. അവളുടെ ശരീരത്തിൽ നിന്ന് കൈകൾ അയഞ്ഞു. വശ്യതയും പ്രണയവും ഒക്കെ കാറ്റത്ത് പറന്നുപോയി. അവിടെ ദേഷ്യം നിറഞ്ഞു. അത് കണ്ടപ്പോൾ നന്ദുവിന് ശരിക്കും ചിരി വന്നു. എത്ര ശ്രമിച്ചാലും ആ പഴയ അജുവാവില്ല. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നിരുന്നു, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിന്നിരുന്നു. ഇതിപ്പോൾ രക്തം തൊട്ടെടുക്കാൻ വിധത്തിൽ ചുവന്നു കയറി നിൽക്കുന്നവനാണ്. എൻ്റെ അജുവാവൻ നോക്കണ്ട, അതിന് അർജുന് കഴിയില്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. അജുവാണെങ്കിൽ കുറച്ചു നേരം അവിടുന്ന് അനങ്ങിയില്ല. അങ്ങനെ നിന്നു. എന്തപ്പോൾ അവൾ പറഞ്ഞത്? ഞാൻ അവനേക്ക് കഴിയില്ലെന്നോ? രണ്ടാളും ഞാനല്ലേ? ന്യായമായ സംശയമാണ്. അജു തിരിഞ്ഞ് റൂമിൽ കയറി. നിനക്ക് എ സി ഇല്ലാതെ പറ്റില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം, എനിക്ക് പേടിയൊന്നുമില്ല. റൂമിൽ കയറിയപാട് കേട്ടത് അതാണ്. ഡോറ് ലോക്കൊക്കെ അവളൊന്ന് നോക്കി. ബെഡ്ഷീറ്റ് തട്ടിക്കൂട്ടി വിരിക്കുവാണ്. അവനൊന്നും മിണ്ടാതെ ബാത്റൂമിൽ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും അവൾ ബെഡിൽ കിടന്നിട്ടുണ്ട്. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഷർട്ട് അയച്ച് ചെയറിൽ വെച്ച് ലൈറ്റ് ഓഫാക്കി അവൾക്ക് അടുത്തേക്ക് കിടന്നു. അവൾ ചുമരിനോട് ചേർന്ന് അങ്ങോട്ടും മുഖം വെച്ച് ചെരിഞ്ഞാണ് കിടക്കുന്നത്. അജയ് അവളുടെ വായിലൂടെ ചുറ്റിപ്പിടിച്ച് പിൻകഴുത്തിൽ അവൻ്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കിടന്നു. നന്ദൊന്ന് കുതറി. അടങ്ങി കിടക്ക് നന്ദ, താക്കിയതുപോലെയുള്ള അവൻ്റെ ശബ്ദം. അവൾ പെട്ടെന്ന് തിരിഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനാണോ അടങ്ങിക്കിടക്കാത്തത്? താനല്ലേ അടങ്ങിക്കിടക്കാത്തത്? ഞാൻ നിന്റെ അജു നിന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ ചേർത്ത് പിടിക്കാൻ നോക്കിയതല്ലേ? എൻ്റെ അജു ഇങ്ങനെയൊന്നല്ല ചേർത്ത് പിടിക്കുക. എൻ്റെ അജു പതിയാണ് ചേർത്ത് പിടിക്കുക, അല്ലാതെ തന്നെ പോലെ എല്ലും നുറുങ്ങുന്ന പോലെയല്ല. നന്ദുവിൻ്റെ ആ ഡയലോഗിൽ ചേക്കൻ്റെ മൂഡ് പോയി. കെട്ടിപ്പിടിക്കാനുള്ള മൂഡ് പോയി. ഞാനിനി പതുക്കെ പിടിക്കാം, വേദനിപ്പിക്കില്ല. വേണ്ട. ഒറ്റയടിക്ക് അവൾ മറുപടി കൊടുത്തു. അജു ചുണ്ടുപിടുത്തി അവളെ നോക്കി. നോക്ക്, ചുണ്ട് മാത്രമേ പിളന്നിട്ടുള്ളൂ. കണ്ണിൽ മുഴുവൻ ദേഷ്യമാണ്. മുഖത്ത് ഏറ്റിയ പൊങ്ങത്തെ ദേഷ്യവും. എന്നിട്ട് എൻ്റെ അജു കാണു പോലും. പോവിടുന്ന്. അരൻ്റെ വെളിച്ചത്തിൽ കാണുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി അവളൊന്ന് കണ്ണുരുട്ടി. പിന്നെ കണ്ണടച്ചു. ഹൈ, പിന്നെ അതിനെ. അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകി. അവൾ അവനോട് ചേർത്ത് അടുത്തേക്ക് പരിചയം കെടുത്തി. ഡാ വിട്ടേ, തനിക്കെന്നെ അറിയില്ല. അരയിൽ പിടിച്ച് അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് നന്ദു ചേറി. പഴയ അജീവന് പോലും ആ അലറിലേക്കില്ല. പിന്നെയാണ് ഇപ്പോൾ. മിണ്ടാതെ അടങ്ങി കിടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിക്കും ഇപ്പോൾ അറിയൂ. ഓ പിന്നെ. ചെവിയിൽ പതിഞ്ഞ അവൻ്റെ ചുണ്ടുകളും ശബ്ദവും അവളൊന്ന് പൂജിച്ചു. പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. നന്ദവൻ്റെ കൈക്കുള്ളിൽ അവനോട് ചേർന്ന് കിടന്നു. അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. എന്തിനാ ഈ ദേഷ്യം? ഞാൻ തന്നെയല്ലേ നിന്റെ അജു? സങ്കടമാണോ ദേഷ്യമാണോ വാക്കുകളിലെന്ന് അവൾക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എന്തിനാ ഈ ദേഷ്യം? അറിയില്ല, ഒന്നും അറിയില്ല. ആകെ കൂടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അവൾ പതിയെ അവനിൽ നിന്ന് അകന്ന് അവൻ്റെ മുഖത്തിന് നേരെ മുഖമുയർത്തി കിടന്നു. എനിക്ക് ഈ 2 വർഷം നടന്ന കാര്യങ്ങളൊന്നും ശരിക്കും ഓർമ്മയില്ല. ഇടയ്ക്ക് പലപ്പോഴും ഓർമ്മ വരുമ്പോൾ മുന്നിൽ കണ്ട ഈ മുഖം അതെനിക്ക് ഇഷ്ടമാണ്. എൻ്റെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ. എൻ്റെ അല്ലേ, ഞാൻ തന്നെയല്ലേ നിൻ്റെ അജു? നിൻ്റെ അജു എന്തായിരുന്നു എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. പറഞ്ഞു തന്നാൽ ഞാൻ അങ്ങനെ ആവാം. നിന്നോട് മാത്രം അങ്ങനെ ആവാം നന്ദ.
രണ്ടു ഉള്ളം കൈയും അവളുടെ കാവലിൽ വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഒന്നും മിണ്ടിയില്ല. അവൻ്റെ നെതിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. ചെക്കനത് മതിയായിരുന്നു. അകലാൻ നിന്നവൾ രണ്ട് കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് അവനോട് ചേർത്ത് കിടത്തി. ഒപ്പം അവളുടെ കഴുത്തിരക്കിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. എൻ്റെ അജുവിനെ പോലെയല്ല, എല്ലാ കള്ളത്തിലും കയ്യിലുണ്ട്. ഡയലോഗ് അടിച്ച് വീഴ്ത്തി കളിയാൻ അറിയാം. അവളൊരു ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. അവളവനെ ചുറ്റിപ്പിടിച്ചില്ല. ഒന്നാമത് അവൻ ഷാർട്ടിട്ടില്ല. ഇപ്പൊ തന്നെ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ എന്തോ പോലെ. ഇനി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചാ വേണ്ട. നിനക്ക് ഒട്ടും കൺട്രോളില്ലല്ലേ? അവൻ്റെ അടക്കി പിടിച്ചുള്ള ചിരിയും ശബ്ദവും കേട്ടതും അവളൊന്ന് പല്ലി കടിച്ചു. നീ എന്നെ ഉമ്മിക്കാറില്ലെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓ, അന്ന് രാത്രി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കള്ളപ്പന്നി വെറുതെ ആടി കൂടാൻ വരികയാണ്. ഒക്കെ കഴിഞ്ഞ് സമാധാന സന്ധി ഉണ്ടാക്കി കിടന്നതല്ലേ, വീണ്ടും ചൊറിയാൻ വരികയാണ്. ചൊറിയാൻ പുഴു. നന്ദൊന്നും മിണ്ടാൻ പോയില്ല. അവിടെ കിടന്ന് പറയട്ടെ. ഒറ്റയ്ക്ക് പറഞ്ഞ് കുഴങ്ങുമ്പോൾ കിടന്നുറങ്ങിക്കോളും. നല്ല തലവേദന തോന്നി. കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴാ ചുണ്ടിലെന്തോ തരിപ്പ്, ഒരു നനവും. ഇതിനു മുമ്പ് ലിപ്ലോക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. മനസ്സിലായി വന്നപ്പോഴേക്കും നല്ലൊരു പിടിയങ്ങ് പിടിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴല്ലേ എന്നെ അറ്റാക്ക് ചെയ്തത് എന്നെ മുതലാണെന്ന് അറിഞ്ഞത്. ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടുകൊണ്ട് കിടന്നവൾക്ക് വലിയ ചിരിയൊന്നും വന്നില്ല. ഒടുക്കത്തെ പിടുത്തം പിടിച്ചിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കുക കുരങ്ങൻ. ഷോ, കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മുതലിനെ കഴുത്ത് ധരിച്ച് കൊന്നൊന്ന് പശ്ചാത്തപിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ ഈ ഇടിയൊക്കെ നിൽക്കും. പറഞ്ഞില്ല. ഒരുപക്ഷെ ഇതാ നല്ലത്. തിരിച്ച് മറുപടിയൊന്നും കേൾക്കും വേണ്ട. പറയാനുള്ളത് പറഞ്ഞ ഒരു രസവും. നിന്റെ അജു ഇങ്ങനെ കുറെ സംസാരിക്കുമായിരുന്നില്ലേ? അതാ ഞാനിങ്ങനെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നിന്റെ അജു ആകാൻ നോക്കുന്നത് കൊണ്ട് ഇങ്ങനെ വായിട്ട് അലക്കുന്നേ ഉള്ളൂ. പാവം. നന്ദ് ചുണ്ട് കൂട്ടി പിടിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. അജുവാന്ന് നോക്കുവാണ് അർജുന്. അതും അജുവിൽ തീരെയില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ട്. അജു പതിയെ മിതമായി മാത്രം സംസാരിക്കും. അതും വേണ്ടത് മാത്രം, അവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം. അനാവശ്യമായി ഒന്നുമില്ല. നന്ദ് ചിരി കടിച്ചു പിടിച്ച് പറയുമ്പോൾ അവനൊന്നും മൂളി. അതിലവർക്ക് കുറച്ച് ആശ്വാസം തോന്നി. ആ സ്വഭാവം അവൻ്റെ തന്നെയാണല്ലോ. എന്നാലും ഇതുവരെ വായിട്ട് അലച്ചത് വെറുതെയായി. എന്നാ ഇനി ഉറങ്ങിക്കോ. പഴയ അജുവായിട്ട് നമുക്ക് നാളെ നോക്കാം. നന്ദ് പറയുമ്പോൾ അതിലും അവനൊന്നും മൂളി. പാവം ചെക്കൻ. അവളുടെ അജു അങ്ങനെയായിരുന്നല്ലോ. അതാണ്. അജു അവൾ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു. നന്ദൊരു ചിരിയോടെ അവൻ്റെ കഴുത്തിരക്കിൽ മുഖം വെച്ച് കിടന്നു. നന്ദുവാണ് രാവിലെ ആദ്യം എഴുന്നേറ്റത്. കണ്ണു തുറന്ന് അവളുടെ നെഞ്ചിലേക്കൊന്ന് നോക്കി. അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് മാറിലേക്ക് മുഖം പൊഴുത്തി കിടക്കുമാണ്. അവളവൻ്റെ വെട്ടിയൊതുക്കിയ മുടിയിൽ പതിയെ തലോടി. അല്ലെങ്കിൽ തന്നെ സുന്ദരന. മുടിയൊക്കെ വെട്ടിയൊതുക്കിയപ്പോൾ ഒന്നുകൂടെ സുന്ദരനായി. പതിയെ അവൾ പറഞ്ഞു, നന്ദേ സുന്ദരിയാ. പെട്ടെന്ന് അങ്ങനെ കിടന്നും അവൾ തല താഴ്ത്തി അവനെ നോക്കി. ഇല്ല, അവൻ നല്ല ഉറക്കത്തിലാണ്. അവളുടെ അജു പറഞ്ഞതുപോലെ അവളുടെ ചെവിയിൽ കേട്ടതാണ്. അവളൊന്ന് ചിരിച്ചു. എന്താലേ, എത്ര വേഗം അവൻ മാറി. അതിനവൻ മാറിയതല്ലല്ലോ, അവൻ ശരിക്കും ഇങ്ങനെ തന്നെയല്ലേ. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ പതിയെ അവൻ അവളുടെ മാറിൽ നിന്നും മാറ്റി കിടത്തി എണീറ്റ് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോഴും അവൻ ആ കിടത്തം കിടക്കുവാണ്. അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ കൂട്ടിന് പൊടി കൂട്ടുമ്പോഴാണ് വയലിലൂടെ രണ്ട് കൈകൾ വരിഞ്ഞു മുറുക്കിയത്. ഒപ്പം തോളിൽ അവൻ്റെ താടിയും അമർന്നിരുന്നു. നന്ദ് കണ്ണ് രണ്ടും അമർത്തി അടച്ച് തുറന്നൊന്ന് കുതിറി. ഉടുമ്പി പിടിക്കുമോ ഇതുപോലെ? അത്രയും മുറുക്കിയാണ് അവൻ്റെ പിടി. ഷോ, തനകൊണ്ട് വലിയ ശല്യായല്ലോ. അത് പറഞ്ഞതും വയറ്റിൽ ചുറ്റിപ്പിടിച്ചിരുന്ന കൈകളായിരുന്നു. നന്ദൊരു സംശയത്തോടെ തിരിഞ്ഞു നോക്കി അവളെ നോക്കി നിൽക്കുവാണവൻ. ഞാൻ നിന്റെ അജുവൻ നോക്കിയതല്ലേ? അവൻ്റെ പാവം പോലെയുള്ള മറുപടി. അതും ആരുടെ മുന്നിൽ? വിചാരിച്ച പോലെ പെണ്ണ് അതിൽ വീണില്ല. എൻ്റെ അജു ഇങ്ങനെ പിന്നി വന്ന് നിന്നൊന്നും പേടിപ്പിക്കില്ല. അതെനിക്കറിയില്ലല്ലോ. ഇനി മുന്നിൽ വന്ന് പിടിക്കാം. അതും പറഞ്ഞുകൊണ്ട് കൈ പിടുത്തി അവളെ ചുറ്റിപ്പിടിക്കാൻ ചെന്നതും അവൾ പെട്ടെന്ന് മാറി നിന്നു. ഷോ, ഇതിനെ കൊണ്ട് കുടുങ്ങിയല്ലോ. അവൾ നെറ്റിയിൽ സ്വയം അടിച്ചു. അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടു അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവന്. അവൾക്കെന്തോ ഒരു സങ്കടം തോന്നി. പാവം. എങ്ങനെ ആയാലെന്താ? നിന്റെ അജുവല്ല നന്ദു? ഇതല്ലേ ശരിക്കും നിന്റെ അജു? ഈ അർജുന നിന്റെ ഭർത്താവ്. എല്ലാരിൽ നിന്നും നിന്നെ പൊതിഞ്ഞു പിടിച്ച അർജുൻ. നിന്നെ ഒന്ന് തള്ളിയിട്ടതിന് അയാളെ കൊല്ലാറാക്കിയ നിന്റെ ഭർത്താവ്. ഓർമ്മയിൽ നിന്റെ മുഖം മാത്രം സൂക്ഷിച്ചു വെച്ച് നിന്നെ സ്നേഹിച്ചവൻ. ഉള്ളിലിരുന്ന് ആരോ അങ്ങനെ പറഞ്ഞതും അവൾ വേഗം മുന്നോട്ട് നടന്ന് ദാവണി ഷാളിൽ കൈ തുടിച്ചു. അജു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവൻ്റെ ശരീരം നോക്കി നിൽക്കുവാണ്. കുറച്ച് പണിയെടുക്കണം. ബോഡിയൊക്കെ പഴയ പോലെ ഫിറ്റാവാനുണ്ട്. പതിയെ പറഞ്ഞു തീർന്നതും പിന്നിൽ നിന്നും ആരോ പുണർന്നു. ഒപ്പം അവൻ്റെ നഗ്നമായ പുറത്ത് മുഖം അമർത്തിയിരുന്നു. അജു കണ്ണാടിയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ കയ്യിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. സോറി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുവാണ്. എന്താ അറിയില്ല. അമ്മ പോയതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്ന് പിടിച്ചപ്പോൾ നിനക്ക് അറിയില്ല.
അവനൊന്ന് മൂടി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവളോട് ഒട്ടാൻ പോയപ്പോൾ ചാട. ഇപ്പൊ വന്നിരിക്കൊന്ന് മോങ്ങിക്കൊണ്ട് ആദ്യം അവളുടെ കൈ പിടിച്ച് ബാത്റൂമിൽ കയറി. നന്ദവൻ പോകുന്ന നോക്കിയിരുന്നു. വീണ്ടും അവളുടെ അജുവിലെ ഓർമ്മ വന്നു. ഒരിക്കൽ പോലും അവളിൽ നിന്ന് മുഖം തിരിച്ചിട്ടില്ല. എന്നും ഒപ്പം നിന്നിട്ടേ ഉള്ളൂ. വിചാരിച്ചു തീർന്നില്ല. കവളിൽ എന്തോ അമർന്നു. തലചരിച്ച് നോക്കിയതും ഒരു ചിരിയോടെ നിൽക്കുവാണവൻ. ഇനി നിന്റെ അജുവിനെ ആലോചിച്ച് കരയണ്ട, ഞാനൊന്ന് പറ്റിച്ചതാ പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ കവിളിലും അമർത്തി ചുംബിച്ചു. പഞ്ഞി പോലെ ഉണ്ട്, നല്ല രസം. അവളുടെ കവിളിലൊന്ന് പിടിച്ചു വലിച്ച് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ നോക്കാതെ തന്നെ ആ കണ്ണുകൾ പിഞ്ഞത് അവനക്ക് മനസ്സിലായിരുന്നു. തനിക്ക് ആ ഷർട്ട് ഇട്ടൂടെ? കഴിക്കാനിരിക്കുമ്പോൾ അവൾ പറയുന്നത് കേട്ട് അവൻ മുഖം ഉയർത്തി നോക്കി. അവൾ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. അതുപോലെ ഒരു കണ്ണുരുട്ടിൽ തിരിച്ചും കിട്ടി. കണ്ടോ കണ്ടോ, എൻ്റെ അജുവാന്ന് പറഞ്ഞിട്ട് എൻ്റെ അജുവാണെങ്കിൽ ഇപ്പം എന്നെ നോക്കി ചിരിക്കും. പിന്നെ എൻ്റെ പട്ടി ചിരിക്കും. വായും പൊളിച്ചിരിക്കാതെ കഴിച്ച് എണീക്കടി പെണ്ണേ. അവൻ്റെ ആ വർത്താനം കേട്ട് അവൾ ഒന്നുകൂടെ കണ്ടുകിട്ടി. എൻ്റെ അജുവിനെ ഇതുവരെ ഡി എന്നൊന്നും വിളിച്ചിട്ടില്ല. നിർത്തടി. അതൊരു അല്ലായിരുന്നു. നന്ദു ചേറിയുന്ന എഴുന്നേറ്റ് അവനെ പകപ്പോടെ നോക്കി. മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരിക്കുന്ന അവനെ കണ്ട് അവൾ മുമ്പിനിരക്കി. ഇനി മേലി നിന്റെ അജു പൂജൊന്ന് പറഞ്ഞ ഞാൻ ഇങ്ങനെയാ. നിനക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ പണി നോക്കും പുല്ല്. ദേഷ്യത്തിൽ തന്നെയാണ് ചെക്കൻ പറഞ്ഞത്. അല്ല പിന്നെ ക്ഷമിക്കുന്നതിന് പരിധിയില്ലേ? എന്തൊലക്കെ ചെയ്താലും മാജുവിനെ പോലെ ആവുന്നില്ല. അവസാനം ചെങ്ങനെ ക്ഷേമം കിട്ടും. ഇരുന്ന് കഴിക്കടി. വീണ്ടും മലർന്നു. ഒന്നും മിണ്ടാതെ അവൾ ചേരിൽ നിന്ന് പുട്ട് വാരി വാരി വായിലിട്ടു. ചവക്കുന്നുണ്ട് ഇറക്കുന്നുണ്ടൊന്നും അറിയില്ല, പക്ഷെ വായിൽ കുത്തി നിറക്കുന്നുണ്ട്. അജയ് അവളെ നോക്കി കഴിച്ചു തുടങ്ങി. നന്ദവനെ നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും അവൻ വേഗം നോട്ടം മാറ്റി പുട്ട് വായിൽ തിരികി. അന്നേരം അവൾക്ക് ഓർമ്മ വന്നത് അവൾ കണ്ണുരുട്ടി നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന അജീവനിയാണ്. ഒന്നും മിണ്ടാതെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവളെ നോക്കുന്ന അവളുടെ അജീവനിയാണ്. അവൾ വീണ്ടും അജീവനെ നോക്കി. അവൻ അവൾ നോക്കി ഇളിക്കുന്നത് പോലെ. ഇനി കഴിഞ്ഞതല്ല അതുപോലെ ഓർമ്മയുണ്ടാവോ? അതാണോ ഇങ്ങനെയൊക്കെ? ഭാര്യയെ ഭാര്യയോ? നന്ദയെന്ന് വിളിയിൽ നിന്നോ? അവൾ മുഖമുയർത്തി അവനും നോക്കി. ആ മുഖത്ത് ഗൗരവമാണ്. കൊരങ്ങൻ അത് ഫിറ്റ് ചെയ്താണല്ലോ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങിയത്. നന്ദ നിഷ്കളങ്കമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കൊന്ന് പുറത്തു പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ, ഇങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമുള്ളത്? ഇംഗ്ലീഷോ? ഈശ്വര, എൻ്റെ അജു ഒരു ഹായ് പറയുന്ന പോലെ കേട്ടിട്ടില്ല. ഇനി പഠിച്ച് ജാടം മുഴുവൻ കാണിക്കാൻ പോവുകയാണോ? നിന്നോടാ ചോദിച്ചത്, നിനക്ക് വല്ലതും വേണോന്ന്. അവൾ വേഗം വേണ്ടെന്ന് തലയാട്ടി. ചെക്കൻ ഫ്രഷായി ഇറങ്ങിയപ്പോൾ തൊട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മളിനി എത്ര ദിവസം ഇവിടെ നിൽക്കും? അതിനനുസരിച്ച് എനിക്ക് ഡ്രസ്സ് വാങ്ങാനാണ്. ഞാൻ അങ്ങനെ എത്ര ദിവസം എന്നൊന്നും ഇന്നെങ്ങാനും പറഞ്ഞു തീരുമോ? പതിയെ പറഞ്ഞു തുടങ്ങി പകുതിയായപ്പോൾ അവൻ എഴുന്നേറ്റു. അവൻ പോകുന്നത് നോക്കിയിരുന്നു. ഇതിലിപ്പോൾ ആർക്കാ മാറ്റം? അവൻ്റെ ഒറ്റ അലർച്ചയിൽ നന്ദ മുട്ടുമടക്കിയോ? പാടില്ല, അങ്ങനെ അവനെ പേടിക്കരുത്, പേടിപ്പിച്ച് നിർത്തണം. സ്വയം പറഞ്ഞു. നടക്കില്ലെന്ന് അവൾക്ക് തന്നെ 1001 വട്ടം ഉറപ്പാണ്. എന്നാലും വെറുതെ ഒരു സമാധാനത്തിന്, ചെറിയൊരു സമാധാനത്തിന്